പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാതാവിൻ്റെ ഈ തെരുനടയിൽ ഞങ്ങളെ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സവിത ഡെന്നി, വീട് വരാപ്പുഴ. ഇതെൻ്റെ മക്കൾ അന്ന, ഡാനിയേൽ. ഞങ്ങൾ വരാപ്പുഴ അതിരൂപതയിലെ തേവർഗാഡ് തിരുഹൃദയ ദേവാലയാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടിയെടുത്തത് 2022 ജൂണിലാണ്. അതിനു മുന്നേ 2018 ഞാൻ എൻ്റെ അമ്മയോടൊപ്പമാണ് ആദ്യമായി ഇവിടെ വന്നത്. എല്ലാ മാസവും ഞാനിവിടെ വന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. 2022 ഞാൻ ഉടമ്പടിയിലേക്ക് ആദ്യം വന്നത്. ആദ്യം തന്നെ ഞാൻ ഉടമ്പടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. പിന്നെ എൻ്റെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നത്. ഉടമ്പടി പുതുക്കി. എൻ്റെ ജോലി എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടത്. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രൈവറ്റ് ജോലിയല്ലേ, കുഴപ്പമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്ന് ജോലി റിസൈൻ ചെയ്തു. പിന്നീട് ആ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അതിനേക്കാളും നല്ല സാലറിയോടുകൂടി നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പോഴും ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ CBSE ആയിരുന്നു. ആ സമയത്ത് അവന് പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. കുറച്ച് സമയം ആളിരുന്ന് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് അവന് 50% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് അവന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു 75% മാർക്ക് അമ്മ മാതാവെ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് അവന് ലഭിച്ചു. കൂടാതെ എനിക്കൊരു 15 വർഷത്തോളമായി എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. വെർട്ടിൻ 16 ഞാനൊരു 2-3 ഗുളിക ദിവസവും കഴിക്കുമായിരുന്നു. അതുകൂടാതെ പുറം വേദന, പെടലി വേദന, ഷോൾഡർ വേദനയൊക്കെ സ്ഥിരമായി ഉണ്ടാകുമായിരുന്നു. ഒരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഇരുന്നുള്ള ജോലി കൊണ്ട് തന്നെ പെടലി വേദനയും സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഓയിൽമെൻറ്റ് തേക്കും, മെഡിസിൻ കഴിക്കും, പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കും. അങ്ങനെയുള്ളതിലേക്കൂടെയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ 1 വർഷത്തോളമായി തലകറക്കത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഈ അസുഖങ്ങൾക്കൊന്നും ഞാൻ യാതൊരുവിധ മരുന്നും കഴിക്കുന്നില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ബിസിനസ്സായിരുന്നു. 1 വർഷത്തോളമായി ഭർത്താവിന് ബിസിനസ്സൊന്നുമില്ലാതെ ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഞങ്ങളിവിടെ നിയോഗം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ പാപ്പക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലിയിൽ പോകുവാൻ വേണ്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, പപ്പ അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് എഴുതില്ല. നമ്മളത് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ എഴുതേണ്ടത്, അമ്മ അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എഴുതി. ആ മാസം തന്നെ ഞങ്ങളതിന് വേണ്ടിയിട്ട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാസം തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുവാണെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അന്ന് തുടങ്ങി തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിൽ ആൾ ദുബായിലേക്ക് പോയി. ഇപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മോക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം അവൾ പറയും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഞങ്ങളുടെ പള്ളികളിൽ തന്നെയാണ് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനത് ബസ് സ്റ്റാൻഡിലേക്കും പിന്നെ വഴിയിൽ കൂടി പോകുന്നവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചിലവർ പത്രം കാണുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയും. നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചു വാങ്ങും. എന്നാലും പിന്നെയും പിറ്റേ ദിവസവും ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്ത് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ അതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കും. സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കും. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലും. പള്ളിയിൽ സ്ഥിരം കുർബാനയ്ക്ക് പോകാറുണ്ട്. 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ കുമ്പസാരിക്കും. ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ആത്മീയമായിട്ട് ഇപ്പോൾ നമുക്ക് കൊന്ത ചെല്ലാനും കൂടുതൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോട് തിരിച്ചൊന്നും പറയാതെ അവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആത്മീയതയിൽ വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്.
എൻ്റെ മകൾക്ക് കിട്ടിയ സാക്ഷ്യം അവൾ പറയും. എൻ്റെ പേര് അന്ന. എനിക്കിപ്പോൾ 19 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയണതും ഞാൻ കൃപാസന മാതാവിൻ്റെ ഒപ്പം ഉള്ളൊരു ജേണി തുടങ്ങണത് ഞാൻ 8th പഠിക്കുമ്പോഴായിരുന്നു. 8th പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ഒരു ശോകാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന്, ടീച്ചേഴ്സിനായാലും എന്നെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റും ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഭയങ്കര കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു രാത്രി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടുകയും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാ കരയണേ, വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. ആ ടൈമിലാണ് മമ്മി ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്നത്. അപ്പോൾ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ അനുഭവത്തിന് ശേഷം എനിക്ക് നന്നായി പഠിക്കാനുള്ളൊരു പ്രചോദനവും നന്നായി പ്രാർത്ഥിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് ഞാൻ തന്നെ എനിക്കങ്ങനെ തോന്നി ചെയ്യാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാനും ആരംഭിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എക്സാംസിനൊക്കെ വളരെ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ 10th ആയപ്പോഴും എൻ്റെ CBSE ബോർഡ് എക്സാമിലൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ ഞാൻ ഒരു 8th to 10th 2 വർഷ ഗ്യാപ്പിൽ ഞാൻ മാതാവായിട്ട് ചേർന്നു, മാതാവായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ലോ ഗ്രാഫിൽ നിന്ന് എൻ്റെ ഗ്രാഫ് അപ്പാവാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടീനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി പത്രം വായനയിലൂടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മിയും കൂടി ഉടമ്പടിയിൽ വന്നാലേ ഞങ്ങളുടെ കാര്യമൊക്കെ കൂടുതൽ സ്മൂത്തായിട്ട് പോവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ +1 +2 ഞാനതാണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴാണ് മമ്മിക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അങ്ങനെ മമ്മി കൃപാസനത്തിൽ വരികയും ചെയ്തത്. മമ്മിക്ക് ആക്ച്വലി ആ ഒരു ജോലി സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും എനിക്കൊരു സന്തോഷമായി. കാരണം മമ്മിക്ക് കൃപാസനത്തിൽ വരാനുള്ളൊരു അനുഗ്രഹമാക്കി മാതാവ് മാറ്റി തന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മമ്മി ഉടമ്പടിയിൽ വന്നു. മമ്മിയുടെ ഉടമ്പടിയിൽ എനിക്ക് +2 ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ടോപ്പറാകണം എന്നൊരു നിയോഗം മമ്മി വെച്ചിരുന്നു. ആ ഒരു നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് ഹ്യൂമാനിറ്റീസ് ടോപ്പറാവാൻ സാധിച്ചു. പിന്നെ എനിക്ക് CUT എക്സാം ക്ലിയർ ചെയ്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ എക്സാം എഴുതിയെങ്കിലും എനിക്ക് മാർക്ക് അധികം ഇല്ലായിരുന്നു. എക്സാം പാസ്സായി, പക്ഷെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള അത്രയും മാർക്ക് എനിക്കില്ലായിരുന്നു. കുറേ ഒരു 3-4 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചു, എനിക്ക് ഒരിടത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്നായിരുന്നു. അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തമിഴ്നാട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് അവിടെയും കൂടി വെച്ചിരുന്നു. മാതാവിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏത് സ്ഥലമാണ് നല്ലതെന്നുള്ളത്. അപ്പം മാതാവ് തന്നെ എനിക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അവിടെ മാത്രം എനിക്ക് അഡ്മിഷൻ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു ദിവസം എനിക്കെന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് നിന്ന് എനിക്ക് കോൾ വന്നു. അവിടെ ആയാലും ഒരു 10 ലിസ്റ്റ് ഇറക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്കങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കത് മാർക്കും ഇല്ലായിരുന്നു, എനിക്കൊരു മെറിറ്റില്ലായിരുന്നു അവിടെ അഡ്മിഷൻ കിട്ടാൻ. പക്ഷേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിന്നെങ്കിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ +2 എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു സബ്ജക്റ്റിൻ്റെ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. എനിക്കതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എന്ത് എഴുതണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ ആൻസേഴ്സും മാതാവ് എനിക്ക് പറഞ്ഞു തന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ജസ്റ്റ് എപ്പോഴോ വായിച്ചു വിട്ട ഓരോ സെൻറ്റൻസുകൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതിന് എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാനും സാധിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പക്ക് പുറത്തേക്ക് പോണ കാര്യം അത് ഭയങ്കര ലാഗായിരുന്നു. അത് പപ്പക്ക് പോകാനേ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിലും ആകെ ഞങ്ങൾക്ക് സങ്കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. പപ്പക്ക് പോകാനും പറ്റുള്ള, പപ്പക്കും ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് കുടുംബത്തിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടെറസിൽ ഇങ്ങനെ തുണിയെടുക്കാൻ പോയപ്പോൾ മാതാവിൻ്റെ
പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇതായിട്ട് മഴവിൽ കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ടൈം ഭയങ്കര ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ മാതാവെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ പറ്റണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു മാതാവിൻ്റെ മഴവിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ പപ്പക്ക് പോകാനും സാധിച്ചു. പിന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാനതിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ കിട്ടിയില്ല, ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവാറില്ല. കാരണം എനിക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാനുണ്ടാവുക. ചിലപ്പോൾ മാതാവ് അത് ഹോൾഡ് ചെയ്യും. അതിനേക്കാളും ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും തന്നെ മാതാവ് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കും ഗോഡ് ഓൾവേസ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും മാതാവ് എനിക്ക് തരിക. പക്ഷെ ഒരു കാര്യത്തിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറി ആവാറില്ല. മാതാവ് എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഈശോയെ മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാത്രം എനിക്ക് ഓരോന്നും നടന്നു കിട്ടിയാൽ മതി. എൻ്റെ പഠിക്കണ കാര്യത്തിലായാലും മുമ്പോട്ടുള്ള എല്ലാ കാര്യത്തിനായാലും അവരോട് ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് ആയിരിക്കും ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ പബ്ലിക് പ്ലേസസിലും എല്ലായിടത്തും പത്രം കൊടുക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെയും പബ്ലിക് പ്ലേസസിൽ കൊടുക്കും. എന്നാൽ കൂടുതലായി ഞാൻ റൂറൽ ഏരിയാസിലേക്ക് ഇറങ്ങി. അവർക്കൊന്നും കൃപാസനം അറിയേയില്ല. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ബ്രോക്കൺ തമിഴിൽ എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെ ബേസിക്കായിട്ടായിരിക്കും ഞാൻ പറയും, ഇതിങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പത്രം വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളിത് വായിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർക്ക് തമിഴിൽ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞവർക്കത് കൊടുക്കും. ഓരോ പത്രം കൊടുക്കുമ്പോൾ അതിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കാം. പിന്നെ സാക്ഷ്യം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനം ഷെയർ ചെയ്യാറുണ്ട്. ധ്യാനം ഞാൻ വളരെ സമയമെടുത്ത്, ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് അരമണിക്കൂർ കേൾക്കാൻ പറ്റുള്ളായിരിക്കും, പക്ഷെ ഒരു അരമണിക്കൂറായാലും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് ഓരോ കാര്യങ്ങളും ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി നാട്ടിലായിരിക്കുമ്പോൾ മമ്മിയുടെ കൂടെ വന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയിലും അമ്മയുടെ ഒപ്പം നിന്ന് ഞാൻ ചെയ്യും. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ആർക്കും വേണ്ടാത്ത കുറേ ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ വീട്ടുകാർ അവരില്ലാത്തവർ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നതിൽ സേവ് ചെയ്ത് ഞാൻ അവർക്ക് ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കും. അല്ലാതെ മറ്റു രീതിയിൽ എനിക്ക് എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91, 14, 15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സവിത ഡെന്നി എന്ന ഈ അമ്മയും അന്ന എന്ന മകളും സഹോദരനൊപ്പം ചേർന്ന വളരെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് വളരെ പാകതയോടെ ഉടമ്പടി ജീവിതം എന്തെന്ന് നന്നായി മനസ്സിലാക്കി ജീവിക്കുന്ന അന്നയുടെ സാക്ഷ്യം നിങ്ങളെ ഏറെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുവെന്ന് അച്ഛന് കരുതുകയാണ്. മകൾ പറഞ്ഞ ഓരോ വാക്കും അവിടെ ആ ചെറിയ യൗവന പ്രായത്തിൽ എങ്ങനെ ദൈവത്തെ കണ്ടെത്തി അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിച്ചു, കുടുംബത്തിലെങ്ങനെ ഉടമ്പടി എടുക്കുവാൻ സാഹചര്യമുണ്ടായി, കുടുംബത്തിലുണ്ടായ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും നാളുകളിൽ നിരാശയും ദൈവവിശ്വാസത്തിൻ്റെ കുറവുമല്ല, കൂടുതൽ ദൈവികമായ ശരണവും അമ്മ മാതാവിലേക്കുള്ള ആശ്രയത്വവും അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന പ്രത്യാശയും കുടുംബത്തിലെങ്ങനെ അവൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധിച്ചു. അമ്മ മാതാവിൻ്റെയോടുള്ള ഭക്തി അവളുടെ ആ അക്കാഡമിക് ലെവൽ തന്നെ എങ്ങനെ രാപകൽ വ്യത്യാസത്തിൽ മാറി, മാതാവ് എങ്ങനെ കൈപിടിച്ച് മകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ അവൾ പറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും നമ്മൾ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ആ കുഞ്ഞ് അവളുടെ പ്രായത്തിൻ്റെ രീതിയിൽ പറയുവാനുള്ള രീതിയിലല്ല അവൾ പറഞ്ഞത്. വളരെ പക്വതയോടുകൂടി, വളരെ അമ്മ മാതാവിൻ്റെ ശരണപ്പെട്ട വിശ്വാസത്തിൻ്റെ സ്നേഹത്തോടുകൂടി, വളരെ പാവനമായ വിചാരങ്ങളോടുകൂടി മകളെങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തെ നയിക്കുന്നു, ഉടമ്പടിക്ക് മുമ്പുള്ള അമ്മയോടുള്ള ഭക്തി ജീവിതത്തെ നയിക്കുന്നുവെന്ന്
നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. സവിത സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഒരു ക്രൈസിസിലാണ് ഞാൻ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടത്. അത് ജോലി സംബന്ധിച്ചുള്ള ക്രൈസിസ് ആയിരുന്നു. അച്ഛനതിന് സന്ദേശം കൈമാറി. ഒന്നുപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കണ്ടെത്തുവാനും അതിൽ സുരക്ഷിതമായി ജീവിക്കുവാനും അമ്മ മാതാവ് എങ്ങനെ സഹായിച്ചുവെന്ന് സൂചിപ്പിച്ചു. അന്നയുടെ സാക്ഷ്യത്തിൽ 8ാം ക്ലാസ് വരെയുള്ള അവളുടെ പഠന മേഖല, അതിലുള്ള വലിയ ഇമ്പ്രൂവ് ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത സാഹചര്യങ്ങൾ. എന്നാൽ ഇവിടെ പണ്ടെപ്പോഴോ വന്ന് അവൾ കൊണ്ടുപോയ അമ്മ മാതാവിൻ്റെ ചെറിയൊരു രൂപം, അമ്മയോടുള്ള ആശ്രയത്വവും പ്രാർത്ഥനയും, മകൾക്ക് ലഭിക്കുന്ന ചില സ്വപ്നങ്ങളും ദർശനങ്ങളും, അതിലൂടെ അമ്മയിലേക്ക് കൂടുതൽ ചേർന്ന് നടക്കുമ്പോൾ അവളുടെ പഠന മേഖലയിലുണ്ടാവുന്ന വലിയ പുരോഗതി, അത് ഓരോന്നും അവളെടുത്ത് പറഞ്ഞു. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന വിഷയം അപ്പനെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്. രണ്ടുപേരും അത് സൂചിപ്പിച്ചു. വിദേശത്തൊരു ജോലി വീട്ടിൽ ആലോചിച്ചിട്ട് പോലുമില്ല, പോകുമോ എന്ന് ഇവർക്കാർക്കും അറിയത്തുമില്ല. എങ്കിലും അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ മകൾ അമ്മയോട് ശക്തമായി പറയുന്ന കാര്യമാണ്, അപ്പന് വിദേശത്ത് ജോലി കിട്ടുവാൻ വേണ്ടി നിയോഗമെഴുത്. അമ്മ അതിന് മുഴുവനും തടസ്സം നിൽക്കുമ്പോൾ മോൾ സൂചിപ്പിക്കുന്നുണ്ട്, അസാധ്യമായത് എഴുതുവാനല്ലേ അച്ഛൻ നിയോഗത്തിൽ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അപ്പൻ ആലോചിച്ചിട്ടില്ലെങ്കിലും, നമുക്കിതുവരെ അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ലെങ്കിലും, എന്തെങ്കിലും അമ്മ ആ നിയോഗം അങ്ങോട്ട് എഴുത്, അപ്പന് വിദേശത്ത് ജോലി കിട്ടണം. പ്രിയമുള്ളവരെ, അത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഒരു ആത്മധൈര്യമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായ ശരണത്തോടു കൂടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ അത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകും വിധം, നന്മയാകും വിധം, മേൽഗതി കൊണ്ടുവരും വിധം ജീവിത സാഹചര്യങ്ങളെ ക്രമീകരിക്കുമെന്ന്. ഇവർ ഈ ഉടമ്പടി നിയോഗം എഴുതി പോകുന്നു. അല്പ ദിവസം കഴിയുമ്പോൾ ജീവിത പങ്കാളി ഭാര്യയോട് പറയുന്നു, ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനം തോന്നുന്നില്ല, വിദേശത്ത് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അത് നമ്മൾ എഴുതുന്ന നിയോഗത്തെ അമ്മ മാതാവ് ദൂതന്മാരുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് നയിക്കുകയും ആരിലാണോ പ്രവർത്തിക്കേണ്ടത് അവരിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ അത് അനുതാപത്തിലേക്കെങ്കിൽ അനുതാപത്തിലേക്ക്, അനുഗ്രഹത്തിലേക്കെങ്കിൽ അനുഗ്രഹത്തിലേക്ക് അത് കൈപിടിച്ച് നടത്തുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷമാണ് കുടുംബം സൂചിപ്പിച്ചത്, വിദേശത്ത് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത്. നാം അമ്മയുടെ കരങ്ങളിൽ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ അമ്മ തിരുക്കുമാരന് ഏൽപ്പിച്ചു കൊടുത്ത് എന്താണോ ജീവിതത്തെ നിലനിൽക്കുന്നതും നയിക്കുന്നതും മേൽഗതിക്ക് ഉപകരിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്നതുമായ ജീവിതാവസ്ഥ നമുക്ക് നൽകുവാനാവുക, അതിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഓർക്കേണ്ടത്, നിരന്തരം നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കുന്നതല്ല പ്രാർത്ഥന എന്നത്. നാം അത് മകൾ വ്യക്തമായി പറഞ്ഞു, ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതാണ് പ്രാർത്ഥന എന്നത്. അത് വചനത്തിലെ സന്ദേശം അതുതന്നെയാണ്. അമ്മ മാതാവ് ദൂതൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ദൂതന് കൊടുക്കുന്ന മറുപടി, നിൻ്റെ വചനം, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്ന മക്കൾ എപ്പോഴും ജീവിതത്തോടെ ചേർത്ത് പിടിച്ച് പറയേണ്ടത് ഇതാണ്, എൻ്റെ ജീവിതത്തെ ദൈവഹിതപ്രകാരം പുനഃക്രമീകരിക്കുവാൻ സഹായിക്കണമേ, എൻ്റെ വാശികളിൽ നിന്ന് പിന്മാറുവാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ പാപാവസ്ഥകളെ ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. കൂടുതൽ എളിമയോടുകൂടി, കൂടുതൽ നന്മയോടുകൂടി, കൂടുതൽ കാരുണ്യ പ്രവൃത്തികളോടുകൂടി, കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിത രീതിയോടുകൂടി മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ജീവിതത്തിൽ വരുന്ന അടിസ്ഥാനപരമായ കാണപ്പെടുന്ന മാറ്റങ്ങൾ, നമുക്ക് കൈകളിലെത്താത്ത അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപ്തമാകുന്നതിന് കാരണമായിത്തീരും. പ്രിയമുള്ളവരെ, ഈ അമ്മയും മക്കളും ഒരുപോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചവും മാറ്റവും വന്നത്, മേൽഗതി വന്നത്, രോഗങ്ങൾക്ക് സൗഖ്യം വന്നത്, പഠനത്തിൽ പുരോഗതി വന്നത്, കുടുംബത്തിൽ ആത്മീയമായ ഒരു ബലവും സമാധാനവും ലഭിച്ചത് ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ്. അതിടയ്ക്കുന്ന് ഉഴപ്പിയപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികൾ കുടുംബത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. എന്നാൽ തിരികെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ അരികിൽ ജീവിത വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അമ്മ ഒന്നും ഓർക്കാതെ എല്ലാം മറന്ന് വീണ്ടും കരം പിടിച്ച് ജീവിതത്തെ ഐശ്വര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഈശോയിലൂടെ നയിക്കുന്നതാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത രീതികൾക്കും
അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.